ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വെളിച്ചൻ്റെ വീട് പ്രദംസത്തെയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് തലേദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ തലേദിവസത്തെ പൂജയും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പിള്ളേരൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഞങ്ങളുടെ കുറേ നാളോട്ടുള്ള ആഗ്രഹമായിരുന്നു വീട് പ്രദംസം കൂടണോ. അതൊന്ന് നടന്നു കിട്ടിയത് ഇപ്പോഴാണ്. അത് നടന്നപ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഇതൊരു ഫംഗ്ഷൻ അല്ലേ, ഇത് നമ്മുടെ കുടുംബക്കാരും മാത്രമായിട്ടുള്ളൊരു പരിപാടിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കസിൻസ് മാത്രമുള്ളൊരു പരിപാടി. അപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ഇതൊക്കെയാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾക്ക് പാലാച്ചിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ പാലാച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ചെന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ തലപ്പ്. ഞാൻ വന്നപ്പോൾ വലിയമ്മ അവിടെ അരി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ പൂജമുറി. അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നേരിട്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ പൂജമുറി തന്നെയായിരുന്നു. പിന്നെ അവിടെ വലിയമ്മ അരി കഴുകി കലത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു വലിയമ്മയുടെ അമ്മ. താഴെ ഇപ്പോൾ 2 റൂമുണ്ടായിരുന്നു. അതിലൊരു റൂമായി ഇപ്പോൾ കാണിച്ചത്. പിന്നെ അവിടുത്തെ വേറൊരു റൂമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും കണ്ണാടി ഇരിക്കുന്നുണ്ടാ ചിരിക്കാതെ ഞാൻ വെറുതെ വിടില്ല ഒരു കണ്ണാടിനെ പോലും. ബാത്റൂം തുറന്നപ്പോഴാണ് അവിടെയും കണ്ണാടി. അതിനെപ്പോലെ ഞാൻ വെറുതെ വിട്ടില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ അമ്മയിൽ നിന്ന് കണ്ടില്ലായിരുന്നു. അപ്പോൾ ഞാനാണ് വീഡിയോ എടുത്തോടുന്നത്. അമ്മയുടെ വലിയമ്മമാരൊക്കെ ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതേ ഞാൻ മുകളിൽ പോയപ്പോൾ അമ്മയുടെ റൂമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേ ഞാൻ നേരെ പോയത് ചേച്ചിയുടെ ബാത്റൂമിലേക്കായിരുന്നു. അവിടെ മറ്റേ ലൈറ്റ് എത്തുന്ന മിറർ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ലൈറ്റ് ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ മറ്റേ ലൈറ്റ് ഇടുന്ന മിറർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ലൈറ്റ് ഇടും പിന്നെ ഓഫാക്കും, ലൈറ്റ് ഇടും ഓഫാക്കും, അങ്ങനെ തന്നെയായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ നേരെ പോയത് ചേട്ടൻ്റെ റൂമിലേക്കായിരുന്നു. കണ്ണാടി കണ്ടാൽ പിന്നെയും ഫോട്ടോ എടുക്കൽ. പിന്നെ ഞാൻ തിരിച്ചത് ചേച്ചിയുടെ റൂമിലേക്ക് തന്നെയായിരുന്നു. അവിടെ പിള്ളേരൊക്കെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വീഡിയോയിലൊക്കെ അമ്മനെ കാണാത്തത് അമ്മ അവിടെ വലിയമ്മമാരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേച്ചിയുടെ റൂമിൻ്റെ ജനലിൻ്റെ സൈഡിലായിട്ട് അവിടെ ഇരിക്കാൻ പറ്റും. ഈ ഉച്ചയ്ക്കായ ഭയങ്കര വെയിലൊക്കെ അവിടെ ഇരുന്നാൽ പിന്നെ അവിടെ നിന്ന് നോക്കിയാൽ ദാണ്ട് ഞങ്ങളുടെ വീട് അവിടെ കാണാൻ പറ്റും. ഈ വൈകുന്നേരമൊക്കെ ഇരിക്കുകയാണെങ്കിൽ അടിപൊളിയൊക്കെ കാണാം. തണലാകുമ്പോൾ അവിടെ ചായയൊക്കെ കുടിക്കാൻ നല്ല അടിപൊളിയാണ്. അതുകൊണ്ട് എനിക്ക് ആ ജനലിൻ്റെ സൈഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ചു നേരം കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞിരുമ്പോഴേക്കും നമ്മുടെ മെയിൻ സാധനം വന്ന് സദ്യ. അപ്പോൾ പിന്നെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ മെയിൻ താരം. അപ്പോൾ പിന്നെ സദ്യയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വിളമ്പാനും അത് അടുപ്പിച്ച് വയ്ക്കാനും എല്ലാത്തിനും കൂടി ഓടിയിടുന്ന എല്ലാവരും കൂടി നല്ല തിരക്കായിരുന്നു. പിന്നെ വിളക്കത്ത് വയ്ക്കുന്ന ചടങ്ങെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ ഭക്ഷണത്തിലേക്കാണ് പോയത്. പിന്നെ നമ്മുടെ സദ്യക്കുള്ള എല്ലാ കാര്യങ്ങളും അടുത്തടുത്ത് വന്ന്. പിന്നെ അവിയലുണ്ടായി, ഇഞ്ചിക്കറി ഉണ്ടായി, തോരൻ ഉണ്ടായി, അങ്ങനെ സദ്യക്ക് വേണ്ട എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ. 2 കൂട്ടം പായസം, പാലടയും പരിപ്പും അങ്ങനെ എല്ലാം ഉണ്ടായി. നല്ല അടിപൊളി സദ്യയായിരുന്നു. ഇപ്പോഴും കാണുമ്പോൾ തന്നെ നല്ല കൂത്തി വായിന്ന് വെള്ളൂറുണ്ട്. എനിക്ക് പക്ഷേ സദ്യയിൽ ഏറ്റവും കൂടുതലും കഴിക്കാൻ ഇഷ്ടം അവിയലും ക്യാബേജ് തോരനും പിന്നെ പായസത്തിൽ പരിപ്പ് പായസമാണ്. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കഴിച്ചത്. ഇപ്പോൾ ഇത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ വായിൽ അടിപൊളി ഉണ്ടാവും, വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് വിളക്കത്ത് വിളമ്പി വെച്ചാൽ എല്ലാ കറികളും ഇങ്ങനെ ഒഴിച്ചാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഇലയിൽ അത്രയും ഭംഗിയൊന്നും എനിക്ക് തോന്നിയില്ല. ഈ കറികളൊക്കെ മണ്ണടിച്ചപ്പോൾ എനിക്ക് അമ്മയ്ക്കും കൺട്രോളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേഗം പോയി ഫുഡ് കഴിച്ചായിരുന്നു. 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. ഒന്ന് പാലട പായസം പിന്നെ പരിപ്പ് പായസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ സദ്യനെ പറ്റി പറയുമ്പോൾ വരെ എൻ്റെ വായിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അച്ഛനും വലിയമ്മമാരൊക്കെ കഴിച്ചത്. സദ്യ വെച്ച് ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങളെല്ലാവരും റൂമിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ 3 മണിയായി. പിന്നെ ഞങ്ങൾ വേഗം പോയി കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് പോയി. ഞങ്ങളവിടെ ഒരു ദിവസം കിടക്കാനുള്ള രീതിയിലാണ് പോയത്. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. പക്ഷെ എല്ലാവർക്കും വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ കിടന്നില്ലായിരുന്നു. എന്നാൽ വേറെ ദിവസം കിടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വന്നപ്പോൾ തന്നെ ചേച്ചിയും തനുവൊക്കെ അവിടെ നിൽക്കണ്ടായിരുന്നു. പിന്നെ അവിടെ അമ്മായിമാരും വലിയമ്മമാരൊക്കെ അവിടെ കപ്പയും ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നവർ. ഇതാ ഇപ്പം കണ്ടില്ലേ, അതാണ് ചേച്ചിയുടെ അനി. പിന്നെ നേരത്തെ ഉണ്ട് വാവയില്ല, ആ വാവയുടെ അമ്മയാണിത്. പിന്നെ ചേട്ടനൊക്കെ അവിടെ നടക്കണ്ടായിരുന്നു. പിന്നെ അതേടെയാണ് നേരെ ഞാൻ മുകളിലൊക്കെ പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തനുവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തനുവിൻ്റെ ഒരു പാവനായിരുന്നു. ഇപ്പോൾ അവൾ പറഞ്ഞ് എന്നെ കാണിക്കണ്ട, പാവനെ കാണിച്ചാൽ മതി എന്ന് പാവനെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം അങ്ങോട്ട് ചെന്നപ്പോൾ ഇത് കയറി വന്ന മുറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ രാത്രിയായപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ലൈറ്റൊക്കെ ഇട്ട് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇട്ടേക്കണത്. അപ്പോൾ TV ഒക്കെ വയ്ക്കാനുള്ള ഏരിയ. പിന്നെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ ഇതാണ് അടുക്കള. അപ്പോൾ നമുക്ക്
അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പാചകം ചെയ്യാൻ പറ്റിയ നല്ല വലിയൊരു അടുക്കളയാണ് കേട്ടോ. അപ്പോൾ നിന്ന് ഇവിടെ എല്ലാവർക്കും കൂടി സൗകര്യത്തോടെ കൂടി 2 പാത്രം കാണുന്ന ഏരിയ ഉണ്ട്. പിന്നെ അവിടെ പിള്ളേരെല്ലാവരും കൂടി വൈകുന്നേരം പിന്നെ ഇത് പുറത്തോട്ടുള്ള ബാൽക്കണിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചത്. അപ്പോൾ രാത്രി ഇപ്പോൾ നല്ല കാറ്റും നല്ല തണുത്ത കാറ്റും ലൈറ്റും വണ്ടിയൊക്കെ പോകുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയിലെ ഭക്ഷണമെല്ലാം കഴിച്ച് പിന്നെ അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കസേരയും മേശയൊക്കെ താഴത്തോട്ട് കൊണ്ടുവന്ന് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഇറക്കി വയ്ക്കുകയാണ്. ഇന്ന് മാത്രമാണ് രാത്രി, ഇന്ന് മാത്രമാണ് കിടക്കുള്ളൂ. പാല് വെച്ചുകൊണ്ട് ഇന്ന് മാത്രമാണ് അവിടെ കിടന്നു.